സൗദി അറേബ്യയിൽ വെച്ചിട്ട് ഇപ്പൊ വലിയൊരു കോമഡി ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. ഇതിന്റെ പേര് റിയാദ് കോമഡി ഫെസ്റ്റിവൽ എന്നാണ്. അപ്പൊ ഈ കഴിഞ്ഞ സെപ്റ്റംബർ 26 തുടങ്ങി ഇനി വരുന്ന ഒക്ടോബർ 9 വരെയായിരിക്കും ഈ ഫെസ്റ്റിവൽ നടക്കുന്നത്. അപ്പോൾ ഈ കോമഡി ഫെസ്റ്റിവലില് പരിപാടി അവതരിപ്പിക്കാൻ വരുന്നത് ലോകത്തിലെ തന്നെ അതിപ്രശസ്തരായ സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ആണ്. അതില് ഡേവ് ഷപ്പേൽ ഉണ്ട്, റസൽ പീറ്റേഴ്സ് ഉണ്ട്, കെവിൻ ഹാർട്ട് ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നും നിരവധി ഫേമസ് ആയിട്ടുള്ള സ്റ്റാൻഡപ്പ് കൊമേഡിയൻസ് ഈ പരിപാടിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ വേണ്ടി വരുന്നുണ്ട്. എന്നാൽ മറ്റു ചില കൊമേഡിയൻസിന് ഈ പ്രോഗ്രാമിനോട് വലിയ രീതിയിൽ എതിർപ്പുണ്ട്. മറ്റു ചില കൊമേഡിയൻസിന് മാത്രമല്ല, അമേരിക്കൻസിൽ ഒരുപാട് പേർക്ക് പൊതുവെ ഈ ഒരു പരിപാടിയോട് ഭയങ്കരമായ എതിർപ്പുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഒരു കോമഡി പരിപാടിക്ക് ഇത്രത്തോളം എതിർപ്പ് വരുന്നത്, എന്തുകൊണ്ടാണ് അത് ഇത്രത്തോളം കോൺട്രവേഴ്ഷ്യൽ ആവുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. വെൽക്കം ടു ദ ന്യൂ വീഡിയോ. ഈ റിയാദ് കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സൗദി അറേബ്യയുടെ വിഷൻ 2030യുടെ ഭാഗമായിട്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. സൗദി അറേബ്യയുടെ വിഷൻ 2030 എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. അതായത് നിലവിലെ ക്രൗൺ പ്രിൻസ് ആയിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാന്റെ ഒരു ഇനിഷ്യേറ്റീവാണ് വിഷൻ 2030. ഇതിന്റെ മെയിൻ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ GCC കൺട്രീസ്, അതായത് ഗൾഫ് കൺട്രികളെല്ലാം തന്നെ അവരുടെ പ്രധാന വരുമാന സ്രോതസ്സായിട്ട് കണക്കാക്കുന്നത് ഓയിൽ ആണല്ലോ. എന്നാൽ ഭാവിയിൽ ഈ ഓയിൽ വഴിയുള്ള വരുമാനം ഇവർക്ക് കുറയാനുള്ള സാധ്യത ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇപ്പൊ ഇലക്ട്രിക് വെഹിക്കിളും അതുപോലെ തന്നെ മറ്റുള്ള റിസോഴ്സുകളൊക്കെ വരുമ്പോൾ ഓയിലിലുള്ള ഡിപ്പെൻഡൻസ് ചിലപ്പോൾ ആളുകൾ കുറയ്ക്കും. അപ്പൊ ഈ ഒരു വിഷൻ ഈ ക്രൗൺ പ്രിൻസിന് മുമ്പേ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി ഓയിലിൽ നിന്നുള്ള വരുമാനം മാത്രം നോക്കി നിന്നാൽ പരിപാടി മുന്നോട്ട് പോവില്ല. അപ്പൊ മറ്റുള്ള വരുമാന സ്രോതസ്സുകൾ, എക്കോണമി ക്രിയേറ്റ് ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല പദ്ധതികൾ അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. അതിലൊന്നാണ് ഈ വിഷൻ 2030യുടെ ഭാഗമായിട്ട് വരുന്ന റിയാദ് കോമഡി ഫെസ്റ്റിവൽ. അപ്പോൾ ഇങ്ങനെ ഒരു കോമഡി ഫെസ്റ്റിവൽ നടത്തുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇമാജിൻ ചെയ്യാം അവിടെ നടക്കുന്നത് എന്താണ്? തമാശകളാണ്. തമാശ പറയാൻ ആളുകൾ വരുന്നു, അത് ആസ്വദിക്കുന്ന ആളുകൾ അത് കണ്ടു നിൽക്കാൻ വരുന്നു. പക്ഷെ എന്തുകൊണ്ടായിരിക്കും ഒരു കൂട്ടം കൊമേഡിയൻസിന് അല്ലെങ്കിൽ അമേരിക്കയിലുള്ള ഒരു കൂട്ടം ജനങ്ങൾക്ക് ഇതിനോട് എതിർപ്പ്? അതിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് 9/11 അറ്റാക്ക് ആണ്. അതായത് അമേരിക്കയിലെ 9/11 അറ്റാക്ക് നടന്ന സമയത്ത് ആ അറ്റാക്ക് നടത്തിയ 19 പേരിൽ 15 പേരും സൗദിക്കാരായിരുന്നു. അപ്പൊ അറ്റാക്കില് അവരുടെ റിലേറ്റീവ്സും കുടുംബക്കാരും ഒക്കെ നഷ്ടപ്പെട്ട ഒരുപാട് അമേരിക്കൻസ് ഉണ്ട്. അപ്പൊ ആ ആളുകൾ ഇന്നും വിശ്വസിക്കുന്നത് സൗദി അറേബ്യക്ക് ആ 9/11 അറ്റാക്കിൽ ഒരു വലിയ പങ്കുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് ജീവനോളം സ്നേഹിച്ച അവരുടെ ആളുകൾ നഷ്ടമായതെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സൗദി അറേബ്യയിലേക്ക് അമേരിക്കൻസ് ആയിട്ടുള്ള കൊമേഡിയൻസ് പോയി തമാശ പറയുന്നത് അമേരിക്കൻസിന് അത്ര തമാശയായിട്ട് തോന്നിയിട്ടില്ല. അതാണ് പ്രധാനമായിട്ടും അമേരിക്കൻസ് ഇതിനെ എതിർക്കാനുള്ള കാരണം. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പീറ്റ് ഡേവിഡ്സൺ എന്ന് പറയുന്ന ഒരു കൊമേഡിയൻ ഉണ്ട് അമേരിക്കയിൽ. അദ്ദേഹം അമേരിക്കയിൽ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. അമേരിക്കൻസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കൊമേഡിയനാണ്. ഈ പീറ്റ് ഡേവിഡ്സന്റെ അച്ഛൻ മരിക്കുന്നത് 9/11 അറ്റാക്കിന്റെ സമയത്താണ്. അതായത് പീറ്റ് ഡേവിഡ്സന്റെ അച്ഛൻ അന്ന സമയത്ത് 9/11 അറ്റാക്കിന്റെ സമയത്ത് അവിടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. ആ ഒരു ഇവന്റ് കാരണമാണ് അദ്ദേഹം മരിച്ചുപോയത്. ഇതേ പീറ്റ് ഡേവിഡ്സൺ തന്നെ കുറച്ച് പൈസ ഓഫർ ചെയ്തപ്പം സൗദി അറേബ്യയിൽ പോയിട്ട് കോമഡി അവതരിപ്പിക്കാൻ റെഡിയായെന്നൊക്കെ പറയുമ്പോൾ അമേരിക്കൻസ് ചോദിക്കുന്നത് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കൊമേഡിയൻസ് എന്ത് നാണക്കെട്ട പരിപാടിയും ചെയ്യുമോ എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് അമേരിക്കൻസിന്റെ ഇടയിൽ വലിയ പ്രശ്നമായിട്ട് ഇപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതേ കാരണം കൊണ്ട് തന്നെ പീറ്റ് ഡേവിഡ്സണും നല്ല രീതിയിലുള്ള ബാക്ക്ലാഷ് US കിട്ടുന്നുണ്ട്. ഇതേ പീറ്റ് ഡേവിഡ്സൺ തന്നെ പല കോമഡി പരിപാടിയിലും തമാശ രീതിയിൽ തന്റെ അച്ഛന്റെ മരണത്തെ കുറിച്ച് പറയാറുണ്ട്. അതായത് 9/11 സമയത്താണ് തന്റെ അച്ഛൻ മരിച്ചത് എന്നൊക്കെ ഉള്ളത് പറയാറുണ്ട്. അപ്പൊ ഈ കാര്യം അമേരിക്കൻസിന് മാത്രമല്ല, ലോകത്തിൽ പീറ്റ് ഡേവിഡ്സനെ ഫോളോ ചെയ്യുന്ന മിക്ക ആളുകൾക്കും അറിയാം. അപ്പൊ ആരാധകരും ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. കാരണം നിങ്ങളുടെ അച്ഛന്റെ മരണത്തിന് കാരണമായ ഒരു സ്ഥലത്തേക്ക് വീണ്ടും എന്തിന് പോയി ഒരു കോമഡി ഷോ നടത്തുന്നു എന്നുള്ളത്. രണ്ടാമതായിട്ട് സൗദി അറേബ്യയിൽ വെച്ച് നടക്കുന്ന ഈ റിയാദ് കോമഡി ഫെസ്റ്റിവലിന് ഇത്ര എതിർപ്പ് കിട്ടാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് സൗദി അറേബ്യ തന്നെയാണ്. അതായത് പൂർണ്ണമായും രാജഭരണത്തിലുള്ള ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. ഇപ്പോഴും രാജാവാണ് ഭരിക്കുന്നത്, രാജകുടുംബങ്ങളാണ് ഡിസിഷൻസ് പലതും എടുക്കുന്നത്. അതിനപ്പുറത്തോട്ടൊരു വാക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. പലർക്കും അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം നിരസിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് സൗദി അറേബ്യ. ഇനി പെണ്ണുങ്ങളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഫീമെയിൽസിന് ഏറ്റവും കുറവ് അവകാശങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് സൗദി അറേബ്യ. ഈ ഇടയ്ക്കാണ് ഒരാണിന്റെ പെർമിഷൻ ഇല്ലാതെ ഒരു സ്ത്രീക്ക് സൗദി അറേബ്യക്ക് പുറത്തു പോകാനുള്ള അവകാശം ലഭിച്ചത് പോലും.
പിന്നെ LGBT കമ്മ്യൂണിറ്റിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ LGBT-ക്കൊന്നും ഒരു നിലനിൽപ്പില്ലാത്തൊരു സ്ഥലമാണ് സൗദി അറേബ്യ. സൗദി അറേബ്യ ആ LGBT കമ്മ്യൂണിറ്റിയൊക്കെ കാണുന്നതെന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള ക്രൈം ചെയ്ത ആളുകളായിട്ടാണ്. അപ്പൊ അത്തരത്തില് മനുഷ്യന്റെ അവകാശങ്ങൾക്ക് ഒരു വാല്യൂവും കൽപ്പിക്കാത്ത ഒരു സ്ഥലമായ സൗദി അറേബ്യയെ ലോകത്തിന് മുമ്പിൽ വെളുപ്പിച്ച് കാണിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ റിയാദ് കോമഡി ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരുപാട് ആക്ടിവിസ്റ്റുകളും ഇന്ന് ഈ ലോകത്തുണ്ട്. സൗദി അറേബ്യയിൽ നടക്കുന്ന പല ഭരണ പരിഷ്കാരങ്ങളെയും ഭയങ്കരമായി എതിർത്തും അതുപോലെ ക്രിട്ടിസൈസും ചെയ്ത ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു ജമാൽ ഖഷോഗി എന്ന് പറയുന്ന ആള്. പുള്ളിക്കാരൻ ഒരു സൗദിക്കാരനായിരുന്നെങ്കിൽ പോലും US-ലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തന മണ്ഡലം. അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് സൗദി അറേബ്യയിലെ ഭരണ പരിഷ്കാരങ്ങളെ നല്ല രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരിക്കലും ഇദ്ദേഹത്തിന്റെ ഒരു കല്യാണ ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യാൻ വേണ്ടി ഇദ്ദേഹം സൗദി കോൺസുലേറ്റിലേക്ക് പോവുകയാണ്. ആ സൗദി കോൺസുലേറ്റിലേക്ക് പോയ ജമാൽ ഖഷോഗി പിന്നെ തിരിച്ചു വന്നിട്ടില്ല. അപ്പൊ ജമാലിന് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗദി കോൺസുലേറ്റിൽ വെച്ചിട്ട് അദ്ദേഹത്തിനെ അതിക്രൂരമായി കൊല്ലുകയായിരുന്നു. അപ്പോൾ ഈ ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തിന്റെ വാർത്ത അന്ന് തന്നെ വളരെ കോൺട്രവേഴ്ഷ്യൽ ആയ ഒന്നാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് ആയത് US-ലുള്ള ആളുകളാണ്. കാരണം ഈ ജമാൽ താമസിച്ചുകൊണ്ടിരുന്നത് US-ലായിരുന്നു. അപ്പൊ അന്നേ US-ലുള്ള ആളുകൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമാണോ സൗദി അറേബ്യ? ഒന്ന് ക്രിട്ടിസൈസ് ചെയ്തതിന്റെ പേരിൽ ഒരാളെ അവിടെ വെച്ച് കൊലപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഒക്കെ നടക്കുന്ന കാര്യമാണോ? ഇത്രയും ക്രൂരതകളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ കോമഡി ഫെസ്റ്റിവൽ നടത്തി മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ വളരെ സ്വീറ്റ് ആയിട്ടൊരു സ്ഥലമാണെന്ന് കാണിക്കാനുള്ള ശ്രമമല്ലേ ഈ നടത്തുന്നതെന്ന് ചോദിക്കുകയാണ് ലോകത്തുള്ള പലരും. മൂന്നാമതായിട്ട് ഈ റിയാദ് കോമഡി ഫെസ്റ്റിവലിനെതിരെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഇതിലടങ്ങിയിരിക്കുന്ന കോൺട്രാക്ട് ആണ്. അതായത് ഈ ഫെസ്റ്റിവലിൽ കോമഡി പരിപാടി അവതരിപ്പിക്കാൻ വരുന്ന എല്ലാ ആർട്ടിസ്റ്റുകളും ഒരു കോൺട്രാക്ട് സൈൻ ചെയ്യണം. രാജകുടുംബത്തെ പറ്റിയോ രാജഭരണ പരിഷ്കാരങ്ങളെ പറ്റിയോ അവിടുത്തെ റിലീജിയനെ പറ്റിയോ ഒന്നും തന്നെ ഒരു തരത്തിലുള്ള കോമഡിയും പറയാൻ പാടില്ല. എന്നാൽ ഈ കോമഡി എന്ന് പറയുന്നത് ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട ഒരു കലാരൂപമാണ്. നമ്മളൊരു തമാശ ഒരു സ്റ്റാൻഡപ്പ് കോമഡിയിൽ പറയുന്ന സമയത്ത് അത് മറ്റൊരാൾക്ക് ഹേർട്ട് ആവുമോ എന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ ആ തമാശയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ട്രൂ എസെൻസ് നഷ്ടപ്പെടും. അത് വ്യക്തമായി അറിയാവുന്ന കൊമേഡിയൻസ് തന്നെ ഈ പൈസ കണ്ടിട്ട് ഈ ഒരു കോൺട്രാക്റ്റും സൈൻ ചെയ്ത് എന്തിനാണ് സൗദി അറേബ്യയിലേക്ക് പോയേക്കുന്നതെന്നാണ് ലോകത്തിലുള്ള പല ആളുകളും ചോദിച്ചേക്കുന്നത്. റിയാദ് ഫെസ്റ്റിവലിൽ പറയാൻ പോകുന്ന എല്ലാ കോമഡിക്കും സെൻസർഷിപ്പ് ഭയങ്കരമായി ഉണ്ടാവും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ടിം ഡിലൻ എന്ന് പറയുന്ന കൊമേഡിയൻ. ഈ ടിം ഡിലൻ എന്ന് പറയുന്ന കൊമേഡിയനെ ആദ്യം റിയാദ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ വേണ്ടി സൗദി അറേബ്യ ക്ഷണിച്ച ഒരാളാണ്. അദ്ദേഹത്തിന് റെമ്യൂണറേഷൻ ആയിട്ട് ഓഫർ ചെയ്തത് $3,75,000 ആയിരുന്നു. എന്നാൽ പിന്നീട് സൗദി അറേബ്യയിൽ നിന്നും കുറെ ഒഫീഷ്യൽസ് വിളിച്ചിട്ട് ടിം ഡിലനോട് പറയാണ് നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതിന് കാരണമായി അവർ പറയുന്നത് പണ്ടെപ്പോഴോ ടിം ഡിലൻ ഏതോ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയൻ ഷോയിൽ വെച്ചിട്ട് സൗദി അറേബ്യയിലെ ലേബർ ഫോഴ്സിനെ കുറിച്ചും അവരുടെ അടിമത്തത്തിനെ കുറിച്ചും ഒക്കെ കുറെ തമാശകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ തമാശകൾ സൗദി അറേബ്യക്ക് അത്ര തമാശയായിട്ട് തോന്നിയിട്ടില്ല. അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് എന്നുള്ള കാരണം കൊണ്ട് ടിം ഡിലനെ അവര് ഒഴിവാക്കുകയായിരുന്നു. ടിം ഡിലനെ മാത്രമല്ല ഇതുപോലുള്ള മറ്റു പല കൊമേഡിയൻസിനെയും സൗദി അറേബ്യക്കാര് പല കാരണങ്ങളും പറഞ്ഞ് ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കാതിരുന്നിട്ടുണ്ട്. മറ്റു പല കൊമേഡിയൻസും അവർ സ്വമേധയാ ഈ പ്രോഗ്രാമിന്റെ ഓഫർ റിജക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. കാരണം പല കൊമേഡിയൻസും പറയുന്നത് കോമഡിക്ക് ഒരു സെൻസർഷിപ്പ് ഒക്കെ വെക്കുക എന്ന് പറയുന്നത് അവരെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല. അമേരിക്കയിലുള്ള പല കൊമേഡിയൻസും ട്രംപിനെയും അവിടുത്തെ ഭരണ പരിഷ്കാരങ്ങളെയും കുറിച്ചും ഒക്കെ ഒരു കൂസലും ഇല്ലാതെ വിമർശിച്ചുകൊണ്ടിരുന്നവരാണ്. അവർക്ക് അതിർവരമ്പുകൾ ഇല്ലായിരുന്നു അവരുടെ കോമഡിക്ക്. എന്നാൽ ഇപ്പൊ അങ്ങനെയുള്ള പല കൊമേഡിയൻസിനും എന്ത് പറ്റിയെന്നുള്ളത് നാട്ടുകാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് റിയാദ് കോമഡി ഫെസ്റ്റിവലിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കോൺട്രവേഴ്സികൾ. പൊതുവെ GCC കൺട്രീസിൽ ഒരു ഇവന്റോ ഫെസ്റ്റിവലോ ഒക്കെ നടക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ അടക്കം മറ്റു പല രാജ്യങ്ങളിലേക്കും അതിന്റെ ന്യൂസുകളൊക്കെ വലിയ രീതിയിൽ വരേണ്ടതാണ്. എന്നാൽ അധികം ആരും ഈ റിയാദ് ഫെസ്റ്റിവലിനെ കുറിച്ച് സംസാരിച്ച് ഞാൻ കേട്ടില്ല. അപ്പൊ എന്തായാലും അതിനെക്കുറിച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം അറിഞ്ഞപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ളൊരു ശ്രമമായിരുന്നു ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു കോൺട്രവേഴ്സിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ തീർച്ചയായും രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പൊ ഇതുപോലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ന്യൂസും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.